എനിക്ക് മനസ്സിലായി ഭൂതമാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷയെ ഫക്കിംഗ് ബാസ്റ്റഡ് എന്നൊരു വിളിച്ചു. അത് ഇളകിയിട്ട് ആത്മാക്കൾ പുറത്തിയാടി. എൻ്റെ പോലീസ് ഡ്രൈവർ ചായ കുടിക്കാനിരിക്കുമ്പോൾ ചായ അടിച്ചങ്ങ് തെറിപ്പിക്കുക. വേറൊരു പോലീസ് ഡ്രൈവർ ഊഞ്ഞാലിൽ കയറിയിരുന്ന് ഊഞ്ഞാലിനെ ആത്മാക്കളൊന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ ആട്ടുക, മേപ്പോട്ടും ഇങ്ങോട്ടും പോലീസുകാരെ കണ്ട് നിലവിളിക്കുക പേടിച്ചിട്ട്. താഴെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാര്യയാണ് ഈ പുറകെ ഒന്ന് സംസാരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഭൂതമെന്ന് മനസ്സിലായി. ഞാൻ നോക്കിപ്പോണ്ട് എൻ്റെ ഭാര്യയുടെ നീളവും വീതിയും വണ്ണമൊന്നും അല്ല ഈ സ്ത്രീക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂതമാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷയെ ഫക്കിംഗ് ബാസ്റ്റഡ് എന്നൊരു വിളിച്ചു. ഈ ഭൂതത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇംഗ്ലീഷുകാർ കേരളത്തിൽ വരുന്നതിന് മുമ്പെങ്ങാണ്ടുള്ള ഭൂതമാണ്, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ മലയാളത്തിൽ രണ്ട് തെറി വിളിച്ചു. അപ്പോൾ ഷൂന്ന് ആത്മാവങ്ങ് അപ്രത്യക്ഷമായി. ഈ ഡസ്റ്റ് ഡിസപ്പേർഡ്. അപ്പോഴത്തേക്ക് എൻ്റെ മുറിയിലും തൊട്ടപ്പുറത്ത് മുറി മുഴുവൻ പുകയായി. വിളക്കങ്ങോട്ട് കത്തിക്കുകയും ഭൂതം വന്ന് ഭൂന്നൊരൊറ്റ ഭൂതം 5 തിരിയെ കാണിച്ചളഞ്ഞു. രണ്ടാമത് വിളക്ക് കത്തിച്ചു, വീണ്ടും ഭൂതം വന്ന് ഒറ്റ ഭൂതം. ഞാൻ നോക്കി നിൽക്കുക. ഈ മന്ത്രം ചൊല്ലുന്ന അത്രയും സമയത്തേക്ക് ഈ ലില്ലിപ്പുട്ടിനെ മനുഷ്യനെപ്പോൾ ആത്മാവ് നൃത്തം ചവിട്ടിക്കൊണ്ടിരുന്നു. പണ്ട് അയ്യപ്പ ഭഗവാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കളിച്ചു വളർന്നിട്ടുള്ള ആളാണ്. ഈ തെക്കേ കോയിക്കൽ പന്തളം കൊട്ടാരത്തിൽ ഞങ്ങളുടെ കോയിക്കലിൻ്റെ അവിടെ ഒന്ന് കളിച്ചു വളർന്നിട്ടുള്ള ആളാണ്. ആ റോഡിൽ ഇങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് ഒരു മെഴുകുതിരി പോലൊരു വെളിച്ചം ഇങ്ങനെ മുമ്പിൽ വരുന്നു. ഒരു 50ഓളം ആത്മാക്കൾ, കറുത്ത മനുഷ്യശരീരമുള്ള ആത്മാക്കൾ അതിനെ ഫോളോ ചെയ്യുകയാണ്. ആത്മാക്കൾ തിരിച്ചു വന്ന് ഇതേ ഇടത്തോട്ടിൽ കൂടെ റോഡിലിറങ്ങി അങ്ങ് അപ്രത്യക്ഷമായി. എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ആത്മാവ് അല്ലെങ്കിൽ പ്രേതത്തെ 3 തവണയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ കോട്ടയം SP ആയിരുന്നു. അപ്പോൾ സൂര്യകാലടി ഭട്ടതിരിയുടെ പ്രസിദ്ധമായ ഇല്ലത്തിൽ നിന്ന് 2 കുട്ടികൾ ഞങ്ങളുടെ ഓഫീസിലെ ക്ലർക്കന്മാരായിട്ടുണ്ടായിരുന്നു. ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ അവരുടെ ഒരുപാട് വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായ സമയത്താണ് ഇവർ ക്ലർക്കന്മാരായിട്ട് എത്തിയത്. അപ്പം ഞാനതിൽ ആദ്യം നമ്പൂരോട് ചോദിച്ചു, നിങ്ങളുടെ വലിയ മാന്ത്രിക ശക്തികൾ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ വല്യമ്മാവനുണ്ട്, ഈ ശക്തിയുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പയ്യനെ എൻ്റെ SP വണ്ടിയെ കയറ്റി അവിടെ ചെന്നു. ഞാൻ ആ വല്യമ്മാവനോട് ചോദിച്ചു, ആത്മാവിനെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അതപ്പം കാണിച്ചു തരാം, പക്ഷേ സാറിന് മനക്കട്ടി ഉണ്ടോ കാണാൻ? നമ്മൾ വലിയ SP അല്ലേ, നമ്മൾ വിചാരിച്ച മനക്കട്ടി ഉണ്ടെന്ന് പറഞ്ഞു, കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി ഒരു വെള്ള ഭിത്തി അതിൻ്റെ മുമ്പിലിരുത്തി. എന്നിട്ട് 2 പേരെ കൊണ്ടുവന്നൊരു തോർത്ത് അവിടെ കുറുകെ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മന്ത്രം ചൊല്ലും, അപ്പോൾ ആത്മാവ് പ്രത്യക്ഷപ്പെടും, കണ്ടോണം, മന്ത്രം നിർത്തും, ആത്മാവ് പ്രത്യക്ഷമാവെന്ന് പറഞ്ഞു. അദ്ദേഹം മന്ത്രം ചൊല്ലി സ്വപ്പ കഴിഞ്ഞപ്പം ലില്ലിപ്പുട്ടിലെ മനുഷ്യരെ പോലെ 6 ഇഞ്ച് നീളത്തിൽ സ്വർണ്ണ നിറമുള്ള കൈയും കാലും തലയുള്ള ഒരു രൂപം വന്നിട്ട് നൃത്തം ചവിട്ടാൻ തുടങ്ങി. അപ്പം 2 പേര് 2 തോർത്ത് പിടിച്ചവിടെ നിൽപ്പുണ്ടെന്ന്. ആ ഒരാളെ തോർത്തങ്ങ് വിട്ടപ്പോൾ എനിക്ക് ആ ഭിത്തിയിടയ്ക്ക് ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ മന്ത്രം ചൊല്ലുന്ന അത്രയും സമയത്തേക്ക് ഈ ലില്ലിപ്പുട്ടിനെ മനുഷ്യനെപ്പോൾ ആത്മാവ് നൃത്തം ചവിട്ടിക്കൊണ്ടിരുന്നു. മന്ത്രം നിർത്തിയപ്പം അതങ്ങ് അപ്രത്യക്ഷമായി. ആ നിന്ന 2 പേര് എബൌട്ടൺ തിരിഞ്ഞു നോക്കാതെ നടന്ന് മുറിക്കാതെ പുറത്തു പോയി. അപ്പോൾ ഇതാണോ ആത്മാവെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിലെത്തി, ഭയങ്കര പനിയായി, എനിക്ക് കിടുകിടാ വിറയ്ക്കുന്ന പനി. തിങ്കളാഴ്ച രാവിലെ ആയപ്പം ഈ വല്യമ്മാവൻ ഇവരെ വിളിച്ച് ചോദിച്ചു, സാർ ഓഫീസിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു, സാറിന് പനിയാന്ന് പറഞ്ഞു. അവരോട് ഉടൻ തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വണ്ടി വിട്ടിട്ട് അദ്ദേഹം ഒരു നെയ്യ് എടുത്തിട്ട് ആ നെയ്ക്കകത്തുനിന്ന് മന്ത്രം ജപിച്ച് കൊടുത്തു വിട്ടു, ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിച്ചപ്പോൾ എൻ്റെ പനി അങ്ങ് അപ്രത്യക്ഷമായി. 5 മിനിറ്റ് കൊണ്ട് പനി അപ്രത്യക്ഷമായി. അപ്പോൾ ഈ ആത്മാവിനെ കാണുമ്പോഴുള്ള റിയാക്ഷൻ കാരണം അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ പ്രതിക്രിയ കൊടുത്ത് വിട്ടത്. പക്ഷെ രണ്ടാമത് ഞാൻ ഈ ആത്മാവിനെ കാണുന്നത്, ഞങ്ങളുടെ വീട് പന്തളത്തിനടുത്ത് തുമ്പോൾ എന്ന സ്ഥലത്താണ്. അപ്പോൾ പന്തളം രാജാവിൻ്റെ മെയിൻ കൊട്ടം കൂടാതെ ഒരു ചെറിയ കൊട്ടാരം ഉണ്ടായിരുന്നു, തുമ്പോണ കൊട്ടാരം. ആ കൊട്ടാരത്തിനോട് ചേർന്നായിരുന്നു അവരുടെ പ്രധാന പുരോഹിതന്മാരുള്ളത്, താമസിച്ചുകൊണ്ടിരുന്നത്. പുത്തൻ വീട്ടിൽ ശിവമഠം. ഞങ്ങളുടെ പൂർവികർ ഈ പന്തളം രാജാവിൻ്റെ എന്ന കൊട്ടാരം വാങ്ങിച്ചു, 1720 രൂപ വാങ്ങിച്ചു. ഞങ്ങളത് തെക്കേ വീടെന്നാക്കി, തെക്കേ കോയിക്കൽ തെക്കേ വീടെന്നാക്കി. ഈ നമ്പൂതിരിമാരുടെ വീട് ഞാൻ വാങ്ങിച്ച ശേഷം ഞങ്ങളുടെ വീട് പുത്തൻവീട്ടിൽ ശിവമഠം മാറ്റി പുത്തൻവീട്ടിൽ നിന്ന് മാത്രമാക്കി. അപ്പോൾ അമാവാസിയും വെള്ളിയാഴ്ചയും ഒത്തുവരുന്ന ദിവസം രാത്രി 10 മണിയാകുമ്പോൾ വീട്ടിലെ എല്ലാ ലൈറ്റും അണച്ച് എല്ലാവരും ഒതുങ്ങി വീട്ടിനകത്ത് തന്നെ രാത്രി ഇരിക്കും. പുറത്തോട്ട് അത് നോക്കാൻ പാടില്ലെന്നാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കയറാനൊക്കാത്ത നമ്മൾ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. പണ്ടൊരിക്കൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, ചേടാ ഇതൊന്ന് കാണണമല്ലോ. അപ്പോൾ രാത്രി 11 മണിയായപ്പം ഞാൻ പടിഞ്ഞാറ് വശത്തെ ജനലിൻ്റെ സൺഷെയ്ഡ് പൊക്കി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പന്തളത്ത് നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ്. പണ്ട് അയ്യപ്പ ഭഗവാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കളിച്ചു വളർന്നിട്ടുള്ള ആളാണ്. ഈ തെക്കേ കോയിക്കൽ പന്തളം കൊട്ടാരത്തിൽ ഞങ്ങളുടെ കോയിക്കലിൻ്റെ അവിടെ ഒന്ന് കളിച്ചു വളർന്നിട്ടുള്ള ആളാണ്. ആ റോഡിൽ ഇങ്ങോട്ട് കയറുന്ന സ്ഥലത്ത്
ഒരു മെഴുകുതിരി പോലൊരു വെളിച്ചം ഇങ്ങനെ മുമ്പിൽ വരുന്നു. ഒരു 50ഓളം ആത്മാക്കൾ, കറുത്ത മനുഷ്യശരീരമുള്ള ആത്മാക്കൾ അതിനെ ഫോളോ ചെയ്യാണ്. ഫോളോ ചെയ്താൽ ഇടത്തോടി കൂടെ പോയിട്ട് തെക്കേക്കോയ്ക്കൽ, പന്തളം രാജകൊട്ടാരത്തിൻ്റെ തെക്കേക്കോയ്ക്കലിനോടൊരു കുളമുണ്ട്, കല്ലന്താറ്റി ഗുരുക്കളൊക്കെ വന്ന് താമസിച്ചൊരു കുളം, നമുക്ക് കുളിച്ച കുളം. അവിടെ ഇത് ആത്മാക്കൾ പോയി ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ആത്മാക്കൾ തിരിച്ചു വന്ന് ഇതേ ഇടത്തോട്ടി കൂടെ റോഡിലിറങ്ങി അങ്ങ് അപ്രത്യക്ഷമായി. എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ 50ഓളം ആത്മാക്കൾ കറുത്ത രൂപത്തിൽ ഇങ്ങനെ ഈ മെഴുകുതിരി പോലെ തിരികെ ഫോളോ ചെയ്ത് പോവുകയാണ്. എനിക്ക് കലശലായ പനി പിടിച്ചു. ഞാൻ വല്ലാതെ ഒരാഴ്ചത്തോളം ക്ഷീണിച്ചു. പിന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മരുന്ന് കഴിച്ച് ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. മൂന്നാമത് ആത്മാവിനെ കണ്ടത് കൊല്ലത്തെ ഞങ്ങളുടെ ഭാര്യ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോഴാണ്. ഞങ്ങളുടെ ഭാര്യ വീട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ്. ഇപ്പോഴത്തെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പണ്ടത്തെ വേണാട് രാജവംശത്തിൻ്റെ കൊട്ടാരമാണ്. ഈ ഉണ്ണിനീലിൽ സന്ദേശത്തിൽ വന്ന് രാമവർമ്മയൊക്കെ വന്ന് കണ്ടിട്ട് പോയ കൊട്ടാരം അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ പൊളിക്കാതെ ബാക്കിയുള്ള ഗുഡ്സ് ഇരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഈ മീറ്റർ ഗേജ് ആയിരുന്ന റെയിൽവേ ലൈൻ ബ്രോഡ് ഗേജ് ആക്കി ഒരു 3 വർഷത്തിന് മുമ്പ്. അപ്പോൾ ഈ വേണാട് രാജകൊട്ടാരത്തിലെ ആളുകളെയൊക്കെ സംസ്കരിച്ചിരുന്ന റെയിൽവേ ലൈനിൻ്റെ ഏകദേശമുള്ള ആ സ്ഥലത്തായിരുന്നു ഈ ഭസ്മം കൊണ്ടുവന്ന് നിമഞ്ജനം ചെയ്യുന്ന കുഴിച്ചിടുന്ന സ്ഥലം. അത് ഇളകിയിട്ട് ആത്മാക്കൾ പുറത്തിയാടി. എൻ്റെ പോലീസ് ഡ്രൈവർ ചായ കുടിക്കാനിരിക്കുമ്പോൾ ചായ അടിച്ചങ്ങ് തെറിപ്പിക്കുക. വേറൊരു പോലീസ് ഡ്രൈവർ ഊഞ്ഞാലിൽ കയറിയിരുന്ന് ഊഞ്ഞാലിനെ ആത്മാക്കളൊന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ ആട്ടുക, മേപ്പോട്ടും ഇങ്ങോട്ടും പോലീസുകാരെ കണ്ട് നിലവിളിക്കുക പേടിച്ചിട്ട്, ആളുകൾ പോയി പിടിച്ചു നിർത്തുക. അപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ നില മുഴുവൻ ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഭാര്യ സംസാരിക്കുന്ന ശബ്ദത്തിൽ ഈ ഷെൽഫിൻ്റെ ബാക്ക് വന്ന് എന്നോട് സംസാരിക്കുന്നു. ഞാൻ 2ാം നിലയും താപ്പോട്ട് നോക്കുമ്പോൾ ഭാര്യ താഴെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാര്യയാണ് ഈ പുറകെ ഒന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഭൂതമെന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൊച്ചുമോളെയും കൂട്ടി വീട്ടിൽ വന്നു. അപ്പോൾ മന്ത്രി കെ വി തോമസിന് അനന്തരവനാണ് എൻ്റെ 2ാമത്തെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ മോഡ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് താഴെ പോയി കിടക്കുക, എൻ്റെ മോടെ മുമ്പിൽ ഭൂതം വന്ന് ചിലപ്പോൾ ഭൂതം പേടിച്ചു വന്നു. അങ്ങനെ ഭാര്യ പോയി കൊച്ചുമോടെയും കൂടെ കിടന്നുറങ്ങി. ഞാനൊരു 12 മണിക്ക് വായനയെല്ലാം വന്ന് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം വാതിൽ തുറന്നൊരു സ്ത്രീ അകത്ത് കയറി. ഞാൻ വെച്ച് നേരം വെളുത്ത് കാണും ഭാര്യ താഴെ നിന്ന് വന്നാന്ന് വിചാരിച്ച്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയുടെ നീളവും വീതിയും വണ്ണമൊന്നും അല്ല ഈ സ്ത്രീക്ക്. അപ്പോൾ എൻ്റെ 2ാം നില ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾ കയറാൻ ഒക്കത്തില്ല. കാര്യം താഴത്തെ നിലയിൽ 2 വാതിലുണ്ട്. ആ നിലയിൽ കയറി സ്റ്റെപ്പിൽ വന്ന് 18 സ്റ്റെപ്പ് മേളിൽ കയറിയാൽ ഞാനിരിക്കുന്ന ലൈബ്രറി വരാൻ പറ്റുക. വേറെ ഒരു രീതിയിലും പുറത്തൊരാൾ കയറാൻ പറ്റിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഭൂതമാണെന്ന് അറിയണമല്ലോ, ഞാൻ കാലിൻ്റെ അടിയിലോട്ട് നോക്കി. ഭൂതമാണെങ്കിൽ കാല് തറയെ തൊടത്തില്ല, മനുഷ്യ സ്ത്രീ ആണെങ്കിൽ കാല് തറയെ തൊടും. ഞാൻ നോക്കിയപ്പോൾ തറയുന്ന ഒരു അരയടി പൊക്കത്തിലാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂതമാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷയെ ഫക്കിംഗ് ബാസ്റ്റഡ് എന്നൊരു വിളിച്ചു. ഈ ഭൂതത്തിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇംഗ്ലീഷുകാർ കേരളത്തിൽ വരുന്നതിന് മുമ്പെങ്ങാണ്ടുള്ള ഭൂതമാണ്, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ മലയാളത്തിൽ 2 മറ്റേ 2 തെറി വിളിച്ചു. അപ്പോൾ ഷൂന്ന് ആത്മാവങ്ങ് അപ്രത്യക്ഷമായി. ഈ ഡസ്റ്റ് ഡിസപ്പിയേർഡ്. അപ്പോഴത്തേക്ക് എൻ്റെ മുറിയിലും തൊട്ടപ്പുറത്ത് മുറി മുഴുവൻ പുകയായി. അപ്പോൾ എനിക്ക് ഭൂതത്തെ ഒന്നും പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടോർച്ച് എടുത്ത് ഈ ഇലക്ട്രിക് സർക്യൂട്ടാണോ എന്ന് നോക്കി. ഒരിടത്തും ഷോർട്ട് സർക്യൂട്ട് ഇല്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് പുക ഡിസപ്പിയർ ചെയ്തു. ഞാൻ സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങി. 2 ദിവസം കഴിഞ്ഞ് മോള് തിരിച്ചു പോയി. മോള് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ ഭൂതം വന്നിന് തന്നെ കാണാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വൈഫ് പറഞ്ഞു, പൊന്നപ്പോൾ എന്നെ മുമ്പിലെങ്ങാനും ഭൂതം വന്നാൽ ഞാൻ ബോധം കിട്ടുമോ, അതുകൊണ്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരുവനന്തപുരത്ത് നാരായണ നമ്പൂരിയെ വിളിച്ചു. നമ്മുടെ ഉള്ളൂർ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, കൊളത്തൂർ എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ട് ബാക്കിലാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ നാരായണ നമ്പൂരി താമസിക്കും. ഇങ്ങനെയുള്ള ശക്തികളെ പിടിച്ചിട്ടാൻ ഭയങ്കര കഴിവാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. വെട്ടിക്കോട്ട ഇല്ലത്തെ ഉണ്ണി നമ്പൂരിയെ വിളിച്ച് അങ്ങനെ 2 പേരോട് വന്നു. വീട്ടിൽ വന്ന് ഈ ഭൂതം കണ്ട സ്ഥലത്തോട്ട് താഴത്തെ നിലയിൽ നാണ്ട സ്ഥലത്തോട്ട് വിരിച്ചു. വിളക്കങ്ങോട്ട് കത്തിക്കുകയും ഭൂതം വന്ന് എന്നൊരൊറ്റ ഭൂതം 5 തിരിയെ കാണിച്ചളഞ്ഞു. 2ാമത് വിളക്ക് കത്തിച്ചു. വീണ്ടും ഭൂതം വന്ന് ഒറ്റ ഭൂതം. ഞാൻ നോക്കി നിൽക്കുക, ഒറ്റ ഭൂതനെ കാണിച്ചളഞ്ഞു. നമ്പൂരി പറഞ്ഞു, സാറേ ഇത് ഇച്ചിരി കട്ടി സാധനമാണ്, ഇവനെ ഒന്ന് ശരിയാക്കിയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ കളിമണ്ണ് കൊണ്ട് ഒരു പുരുഷ വിഗ്രഹവും ഒരു സ്ത്രീ വിഗ്രഹവും കൊണ്ടുവന്നിരുന്നു. 1.5 അടി നീളമുള്ള വിഗ്രഹം. പുള്ളി ഡ്രൈവറെ വിളിച്ചു, എടാ ഞാൻ ഇനി ആവാഹിച്ചുകൊണ്ട് വരും, നീ ഒരു അക്ഷരം കൊണ്ട് മിണ്ടിയേക്കരുത്, നീ കാറിൻ്റെ ഡോറ് തുറന്ന് വെച്ചേക്കണം, ഞാൻ അകത്ത് കയറും, നീ നേരെ ആശ്രമ മൈതാനത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം മന്ത്രം അങ്ങോട്ട് ചൊല്ലി. അപ്പോൾ ഭൂതങ്ങളെ ആവാഹിച്ചു. 5 എണ്ണം വന്നു. 2 പുരുഷഭൂതം, 2 സ്ത്രീഭൂതം, ഒരു കുട്ടിഭൂതം, പെൺകുട്ടി ഭൂതം. പുരുഷഭൂതങ്ങളെ ഈ പുരുഷ വിഗ്രഹത്തിലോട്ട് വലിച്ചു കയറ്റി, സ്ത്രീ ഭൂതങ്ങളെ ആ കുട്ടിഭൂതത്തെയും കൂടെ ഈ സ്ത്രീയുടെ പ്രതിമയ്ക്കകത്തോട്ട് കയറ്റി. കളിമണ്ണ. എന്നിട്ട് അദ്ദേഹം ഈ 2 കയ്യിലും പിടിച്ചുകൊണ്ട് നടന്ന് കാറിൻ്റെ അടുത്തോട്ടൊന്നും ഡ്രൈവർ ഡോർ തുറന്ന് അദ്ദേഹം അകത്ത് കയറി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കാറെ ഫോളോ ചെയ്തു. നേരെ ആശ്രാമത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ സൈഡിലോട്ട് കൊണ്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു,
ഭഗവാനെ ഇതിനെ ഇനി പുറത്ത് വിട്ടേക്കല്ല, ഇവിടെ പിടിച്ച് കെട്ടിയിട്ടേക്കണം കേട്ടോ, ഇവിടെ വലിയ ശല്യമാണ്, ഇവൻ ആ നാട് മുഴുവൻ ശല്യം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പുള്ളി റിവേഴ്സിൽ നടന്ന് ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു പ്രശ്നമില്ല. പിന്നെ ആ ഭൂതം വന്നിട്ടില്ല. ഈ 5 ആവാഹിച്ചം കൊണ്ടുപോയപ്പോൾ ദേശത്തു നിന്നുള്ള ഭൂതശല്യം ഒഴിവായി. അപ്പോൾ ഇത് 3 തവണ ഞാൻ കണ്ട ഭൂതങ്ങൾ 3 ഡിഫറെൻറ്റ് ടൈപ്പിലാണ്. അപ്പോൾ ഇത് ഭൂതമാണോ ആത്മാവാണോ എനിക്കൊരു വശവുമില്ല. പക്ഷേ മരിച്ച ശേഷം ജീവിച്ച ഒരാളുണ്ട്, എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ ജെ അലക്സാണ്ടർ. പുള്ളി പോലീസിൽ SP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പാമ്പ് കടിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. രാത്രി ഒരു 11 മണിയായപ്പോഴത്തേന് ഡോക്ടർ പൈ, അന്നത്തെ പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിലെ 3 കുട്ടികൾക്ക് MBBS സ്റ്റുഡൻസിന് ഒരു പരീക്ഷണം നടത്തണം. അവർ ഡോക്ടർ പൈയോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു പരീക്ഷണം ഈ ഡെഡ് ബോഡിയിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ പൈ പറഞ്ഞു, അയ്യോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബോഡിയിൽ അവകാശമില്ല, ആ മരിച്ച ആളിൻ്റെ അപ്പനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞ് ചോദിച്ചു. അവർ പറഞ്ഞു, എൻ്റെ മോൻ ചത്തടാ, നീ എന്ത് വേണമെങ്കിൽ ചെയ്തോടാന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോൾ ഈ 3 MBBS സ്റ്റുഡൻസ് ഗ്ലൂക്കോസും സ്റ്റിറോയിഡും ചൂടുവെള്ളവും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്ത ശേഷം ഫെമറൽ വെയിനകത്തൊരു സൂചി കയറ്റി പമ്പ് ചെയ്തു. ഈ സാധനം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി 2 മണിയായപ്പോഴത്തേന് ഈ മനുഷ്യൻ്റെ കണ്ണുകൾ ഇമ വെട്ടാൻ തുടങ്ങി. പിള്ളേർ പേടിച്ചു. പിള്ളേർ പെട്ടെന്ന് ഡോക്ടർ പയ്യെ വിളിച്ചു, സാറ് ഡെഡെന്ന് എഴുതിയ ആളെ ചത്തിട്ടില്ലാന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു, കള്ളു അടിച്ചുകൊണ്ട് പരീക്ഷണം നടത്തുന്നുണ്ട്, അതിൻ്റെ പാട് നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറെ ചൂടായി. നേരം വെളുത്തോട്ട് 4 മണിയായപ്പോഴത്തേന് ഈ ചത്ത ആൾ കൈയും കാലും പൊക്കി. അപ്പോൾ ഇവർ ഡോക്ടർ പയ്യെ വിളിച്ചു. ഡോക്ടർ പയ്യെ അടിച്ച് പാഞ്ഞ് കാറ് വിട്ട് അവിടെ വന്നു. അപ്പോൾ ആൾ ജീവനുണ്ട്. പിന്നെ ഡോക്ടർ പയ്യെ 24 മണിക്കൂർ കൂടെ ഇരുന്ന് ഈ മരിച്ചുപോയ ആളിനെ ജീവൻ വന്ന ആൾ വളരെ ഭംഗിയായിട്ട് ജീവിച്ചെഴുന്നേറ്റു. SI സെലക്ഷൻ വന്നപ്പോൾ ഡോക്ടർ പയ്യ ആയിരുന്നു മെഡിക്കൽ ബോർഡിൻ്റെ ചെയർമാൻ. അദ്ദേഹം ഫിറ്റാണെന്ന് സർട്ടിഫൈ ചെയ്തു. അങ്ങനെ അദ്ദേഹം പോലീസിൽ കയറി SI ആയിട്ട് കയറി അവസാനം SP ആയിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ മരിച്ചു എന്ന് പറഞ്ഞ 11 മണി തൊട്ട് വെളുപ്പിന് 2 മണി തൊട്ട് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 11 മണി കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ആ മുറിയിൽ ഇങ്ങനെ പരന്ന് നടന്നപ്പം ഈ ഡോക്ടർമാർ സ്റ്റുഡൻസും ഈ ഡോക്ടറും സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ സഖ്യപൂർവ്വത്തിന് അങ്ങോട്ട് പോയി പൊന്മുടിക്കയുടെ മലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്നെ കാലെ പിടിച്ച് 2-3 പേര് വലിച്ചു. നീ ഇപ്പോൾ പോകണ്ടടാ, നീ തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സഖ്യപൂർവ്വത്തിൻ്റെ അവിടെ നിന്ന് പൊന്മുടിയുടെ അവിടെ നേരെ തിരിച്ച് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വന്നപ്പോൾ താഴെ കാറ് നിൽക്കുന്നു. എൻ്റെ അപ്പനും അമ്മയും കിടന്ന് നിലവിളിക്കുന്നത് ഞാൻ കേൾക്കാം. അത് കഴിഞ്ഞ് പിള്ളേർ എൻ്റെ ചരിത്രത്തിൽ റിസർച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തി. ഞാനിതെല്ലാം കണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഇവർ ഡോക്ടർ പയ്യെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പയ്യെ വരാമെന്ന് പറയുന്നതൊക്കെ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ ശരീരത്തിലോട്ടങ്ങ് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 മണിക്കൂർ സമയം മരിച്ച ആത്മാവ് ഇങ്ങനെ ശരീരം വിട്ട് പൊന്മുടി അവിടെ കയറി തിരിച്ച് വന്നിട്ട് ശരീരത്തിൽ കയറിയ കഥ ഈ ജെ അലക്സാണ്ടർ, അദ്ദേഹം 86 വയസ്സ് ജീവിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയാണ്. അപ്പോൾ ഞാൻ ഈ യൂറോപ്പിലെ ശാസ്ത്രജ്ഞന്മാർ അറ്റ് ദ അവർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധമായ 38 മരിച്ച് ജീവിച്ചവരുടെ കഥയുള്ള പുസ്തകം എൻ്റെ ഇരിപ്പുണ്ട പുസ്തകം അതെടുത്ത് വായിച്ചപ്പോൾ ഈ ഡോക്ടർമാർ ഈ മരിച്ച് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ജീവിച്ച അവർ പറയുന്ന 38 കഥകളിൽ ഭൂരിപക്ഷവും എൻ്റെ അങ്കിൾ പറയുന്ന കഥയാണ്. ശരീരത്തിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞ് തിരിച്ച് ബലം പ്രയോഗിച്ചിട്ട് തിരിച്ച് വന്ന് ശരീരത്തിൽ കയറുന്ന കഥ ഏകദേശം അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഈ മരിച്ച ആത്മാവ് പോയിട്ട് തിരിച്ച് ശരീരത്തിൽ കയറിയ സംഭവം റിയൽ ലൈഫ് സ്റ്റോറിയായി അനുഭവകഥയായി എൻ്റെ വീട്ടിൽ പറയുന്ന കഥ. അപ്പോൾ ഞാൻ ശാസ്ത്രം പഠിച്ച ഒരാളായതുകൊണ്ട് ഇത് ഓരോന്നും എൻ്റെ അനുഭവങ്ങളാണ്, ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കേണ്ട പറ്റിയതില്ല. ഞാൻ പഠിച്ച ഫിസിക്സ് കെമിസ്ട്രിയും വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ച 3 തവണ ആത്മാക്കൾ കണ്ട സമൂഹത്തിൽ 3 ആത്മാവ് വന്ന 3 ഡിഫറെൻറ്റ് ഫോമിലാണ്. 4ാമത് മരിച്ച് ജീവിച്ച എൻ്റെ അങ്കിൾ പറയുന്ന കഥ ഈ അറ്റ് ദ അവർ ഓഫ് ഡെത്തിൽ ശാസ്ത്രജ്ഞന്മാർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡോക്ടർമാർ റെക്കോർഡ് ചെയ്തിട്ടുള്ള കഥയുമായി സമാനമാണ്. ഇതെൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഞാനതിനെ സ്ഥിരീകരിക്കാനോ ന്യായീകരിക്കാനോ ഒന്നും ശ്രമിക്കില്ല. എൻ്റെ അനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാറ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു പറയാൻ ആഗ്രഹിക്കുകയാണ്. സാറ് പറഞ്ഞ 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ. കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കാവോ? ഈ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആത്മാവ് വെളിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറാനാണ് ആത്മാവിന് ആഗ്രഹം. ആ ശരീരം ക്ഷതം പറ്റി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ടാണ് പോയെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കയറാൻ പറ്റില്ല. ആ ശരീരത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാണ്ട് മരണം എന്ന് പറയുന്ന സംഭവം സാറും കേൾക്കണ്ടല്ലോ അല്ലേ? സാറും കേൾക്കണ്ടല്ലോ അല്ലേ? ഒരാൾ മരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സാധാരണ വെറുതെ കേട്ട് കളഞ്ഞിട്ടേ ഉള്ളൂ. ഒരാൾ മരിക്കണമെന്ന് പറഞ്ഞ് ഒന്നുകിൽ ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ ക്ഷതം പറ്റണം,
അല്ലെങ്കിൽ ആ ബോഡിയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടണം. ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോണത്. പുറത്തു പോയ ആത്മാവ് തിരിച്ച് കയറാൻ വേണ്ടി പല പ്രാവശ്യം ശ്രമിക്കും. ആ ശരീരം ദഹിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ, സനാതനധർമ്മത്തിൽ മരിച്ച ശരീരം ഉടൻ ദഹിപ്പിക്കണമെന്ന് പറയാറുള്ളത്. ആ ഉടൻ ദഹിപ്പിച്ച് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ ആത്മാവ് ഏതെങ്കിലും തരത്തിൽ കയറാൻ പറ്റുമോ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ആ വീട്ടിൽ നടക്കുന്ന മരണാനന്തര ക്രിയകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ ഇതൊക്കെ ബാധിച്ചിട്ട് അവിടെ ഏതെങ്കിലും ശരീരത്തിൽ അവിടെ ഒരു കുട്ടി ഉണ്ടാവാനുള്ള പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ കയറും. ഇതുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ കുട്ടി ഉണ്ടാകേണ്ട രീതിക്ക് ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. കർത്തവാവ്, ചതുർത്ഥി, തൃതീയ, ഗ്രഹണം, അസ്തമനം, ചില അഷ്ടപർവ്വകാലങ്ങളുള്ള സമയങ്ങളിലൊന്നും ഈ പറയുന്ന കുട്ടി ഉണ്ടാവാൻ വേണ്ടി മാതാപിതാക്കൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ പെറും ഈ മരണാനന്തര ഈ സമയമുണ്ടല്ലോ, ആത്മാവ് പോകുന്നു തിരികെ വരുന്നു എന്ന് പറയുന്നത് ഒരു കടങ്കഥയല്ല. അത് സാറിന് ഇതിന് മുമ്പുണ്ടായ 2 അനുഭവങ്ങളെയും പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു തലമാണ്. സാറിനത് റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞേനെ ഈ ആത്മാവ് ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന്. അതൊരു അനുഭവത്തിൽ സാറിന് 2ഉം ഭയപ്പാടാണ് ഉണ്ടായത്, അല്ലേ? അത് 2ഉം ഒരു ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ എന്ന് പറയാം. ആ ഹാലൂസിനേഷന് സാറിന് റിയലൈസേഷൻ വന്നാൽ അത് ബ്രഹ്മജ്ഞാനമായിട്ട് മാറി. അതാണ് റിയൽ അനുഭവം എന്ന് പറയുന്നത്. സന്തോഷം സാറിങ്ങനെ ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്തതിൽ. സോ താങ്ക് യു. എന്തായാലും സാറിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസിൽ ഒട്ടുമിക്കതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ട്. പക്ഷേ സാറിൻ്റെ വളരെ വിലപ്പെട്ട സമയവും പോകാനുള്ളൊരു തിരക്കും ഉള്ളത് കൊണ്ടും സാറിന് ചെറിയൊരു സ്നേഹോപഹാരം തരുന്നതിന് വേണ്ടി രോഹിത്തിനെയും സാറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എനിക്ക് സന്ധിക്കൊരു നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് 4 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്, 2 മണിക്കൂർ യാത്ര അവിടെ ചെല്ലണമെങ്കിൽ, അതുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തോടുകൂടി പോകാൻ അനുവദിക്കാം. താങ്ക് യു.